ഹായ്. ഹായ്. എന്താണ് പേര്? എൻ്റെ പേര് ഷംല. സ്ഥലം? തിരൂര്. എയ്സിൻ്റെ ഏത് ബ്രാഞ്ചിലായിരുന്നു ജോയിൻ ചെയ്തത്? ഞാൻ എയ്സ് തിരൂരാണ്. തിരൂരായിരുന്നു. എന്താണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എയ്സിനോട് പറയാനുള്ളത്? എയ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ പഠനത്തിൽ എല്ലാ സപ്പോർട്ടും അവർ തന്നിട്ടുണ്ട്. പിന്നെ അവരുടെ മോട്ടിവേഷനാണ്. ഞാൻ എയ്സ് തന്നെ ഈ LPSC നോട്ടിഫിക്കേഷൻ്റെ മുമ്പുള്ള കേട്ടറ്റ് ബാച്ചിലാണ് ഞാൻ ആദ്യമായിട്ട് എയ്സിൽ എത്തിച്ചേരുന്നത്. ഞാനൊരു എയ്ഡഡ് സ്കൂളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടറ്റ് ചെയ്യാൻ വന്നതായിരുന്നു. അപ്പോൾ അവിടുത്തെ സാർമാരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇനി ഒരിക്കലും എയ്ഡഡിൽ ചേരില്ല, എങ്ങനെയെങ്കിലും PSC നേടണം എന്നുള്ള ചിന്താഗതിയിൽ കേട്ടറ്റ് നേടിയെടുത്തു. അപ്പോൾ തന്നെ നമ്മുടെ LPSC നോട്ടിഫിക്കേഷൻ വന്നു. ഭാഗ്യം കൊണ്ട് ഇവിടെ വരെ എത്താൻ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ജേണി? പഠനകാലത്ത് നമുക്ക് ഇവരുടെ അധ്യാപകരുടെ സപ്പോർട്ട് വളരെ വലുതാണ്. അവർ നല്ല രസകരമായിട്ട് നമ്മളെ ഓരോ ക്ലാസ്സും നല്ല രസകരമായി അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാൻ കഴിയും. ക്ലാസ് വളരെ രസകരമായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാനും ഒരിക്കലും മറക്കാത്ത രീതിയിലുള്ള അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇവരെല്ലാ സ്റ്റഡി മെറ്റീരിയൽസും നമുക്ക് പ്രൊവൈഡ് ചെയ്തിരുന്നു. നിങ്ങൾ വല്ല റൂട്ടീൻസും ഫോളോ ചെയ്തിരുന്നു? എന്തെങ്കിലും ടൈം ടേബിളോ അങ്ങനെ? ഞാൻ ഒരു വീട്ടമ്മയായിരുന്നു. ഞാൻ ഇതുവരെ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് വർക്ക് ചെയ്തത് ഇപ്പോൾ ഡെയിലി വേജ് ആയിട്ടാണ്. അപ്പോൾ ഒരു വീട്ടമ്മയായാൽ അതിൻ്റെ പരിമിതികൾ ഉണ്ടാവില്ലല്ലോ. ഞാൻ എയ്സിൽ തന്നെ സൺഡേ ബാച്ചാണ് ജോയിൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പണി എങ്ങനെയെങ്കിലും മെയിനായിട്ട് വീട്ടുജോലി കഴിക്കാനായിരുന്നു ഞാൻ ഇമ്പോർട്ടൻസ് കൊടുത്ത്. എന്നിട്ട് വീട്ടുജോലി കഴിച്ചതിന് ശേഷം ബാക്കി ടൈമൊക്കെ ഞാൻ പഠനത്തിനായിട്ട് ചെലവഴിച്ചിരുന്നു. ഓരോ ദിവസം ഓരോ സബ്ജക്റ്റ്, അങ്ങനെ ആഴ്ചയിൽ എല്ലാ സബ്ജക്റ്റിനും ഓരോ ദിവസം കണ്ടെത്തിയിരുന്നു. ഒരു ദിവസം ഞാൻ ഒരു സബ്ജക്റ്റ് മാത്രമേ നോക്കാറുള്ളൂ, അല്ലാതെ അതിൻ്റെ ഇടയിൽ മറ്റ് സബ്ജക്റ്റുകളും മിങ്കിൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ക്ലിയർ ചെയ്യാനുണ്ടായിരുന്നു. വീക്ക്ലി നടത്തിയിരുന്ന OMR എക്സാം എല്ലാം യൂസ്ഫുൾ ആയിരുന്നു? അതെ, വീക്ക്ലി നടത്തിയിരുന്ന OMR എക്സാം നമുക്ക് വളരെ ഉപകാരപ്രദമായിരുന്നു. ഈ എക്സാം കൊണ്ട് നമുക്ക് നമ്മുടെ ലെവല് എന്താണെന്ന് മനസ്സിലാവാൻ കഴിയും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇഷ്ടംപോലെ അതിനുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സും പിന്നെ പലവിധ നമുക്ക് പുതിയ പുതിയ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാനുള്ള ഒരു അവസരമായിട്ട് ഞാൻ അതിനെ കണക്കാക്കിയിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ്